ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൻ്റെ മലയാളം മീഡിയം വീഡിയോ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ഈച്ച് ക്യാരീസ് 1 സ്കോർ. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിനും എത്ര മാർക്ക് വീതമാണ്? യെസ്, ഓരോ മാർക്ക് വീതമാണ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കണോമിക്സ്? ഫാദർ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഗാന്ധിജി, ആദം സ്മിത്ത്, കാൾ മാർക്സ്, ദാദാഭായ് നവറോജി എന്ന് നൽകിയിട്ടുണ്ട്. ഇതിൽ ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്? യെസ്, നമുക്കറിയാം ആരാണ് കൂട്ടുകാരെ. അതെ, ആദം സ്മിത്ത് ആണല്ലേ. ആരാണ്? ആദം സ്മിത്ത്. ആൻസർ ഓപ്ഷൻ ബി, ആദം സ്മിത്ത്. Then ഐഡന്റിഫൈ ദ റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി. ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ റൂളറെ ഐഡന്റിഫൈ ചെയ്യാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ള. ആരാണ് ഹര്യങ്ക ഡൈനാസ്റ്റി? യെസ്, ബിംബിസാരയാണ് അല്ലേ, ബിംബിസാരൻ. ഓക്കെ, ദെൻ ഐഡന്റിഫൈ ദ ടാക്സ് ഓൺ ലാൻഡ് മെൻഷൻ ഇൻ അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ടാക്സ്, ലാൻഡ് ടാക്സ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഭൂനികുതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, നമുക്കറിയാം ബാഗയാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ബാഗ. ദെൻ ഐഡന്റിഫൈ ദ വേൾഡ് വാട്ടർഷെഡ് ഡേ. ലോക തണ്ണീർത്തട ദിനമാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഫെബ്രുവരി 2 അല്ലേ. ആൻസർ എന്താണ്? ഫെബ്രുവരി 2. ഓക്കെ, ദെൻ ആൻസർ ഓൾ ക്വസ്റ്റ്യൻ 5 to 7 ഈച്ച് ക്യാരീസ് 2 സ്കോർ. വാട്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ഏർലി ഹ്യൂമൻസ് ഡു വി ഗെറ്റ് ഫ്രം ദ കേവ് പെയിൻറ്റിങ്സ്? കേവ് പെയിൻറ്റിങ്സ്, അതായത് ഗുഹാചിത്രങ്ങളിൽ നിന്ന് ആദിമ മനുഷ്യരെ കുറിച്ച് നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷനാണ് ലഭിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കൂട്ടുകാരെ? ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. എന്താണ്? യെസ്, early man gather food by hunting animals. early human gather food by hunting animals. അവരെങ്ങനെയാണ്? യെസ്, മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണ് അല്ലേ ഫുഡ് ശേഖരിച്ചിരുന്നത്. ദെൻ ഏർലി മാൻ എൻഗേജ്ഡ് ഇൻ എൻ്റർടൈൻമെൻറ്റ്. ഏർലി മാൻ എൻഗേജ്ഡ് ഇൻ എൻ്റർടൈൻമെൻറ്റ്, അതായത് ആദിമ മനുഷ്യർ എന്താണ്? വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. ദെൻ ഏർലി മെൻ ഇൻറ്ററാക്റ്റഡ് വിത്ത് ആനിമൽസ്. അവരെന്താണ്? മൃഗങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നു. ദെൻ ഏർലി മെൻ ഹാഡ് ആർട്ടിസ്റ്റിക് എക്സ്പെർട്ടീസ്. എന്താണ്? യെസ്, അവർ കലാവൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ദ ചേരാസ്, ദെൻ നമുക്ക് മുച്ചിരി എന്ന് നൽകിയിട്ടുണ്ട് അല്ലെ, ക്യാപിറ്റൽ നൽകിയിട്ടുണ്ട്. ദെൻ പാണ്ഡ്യാസ്, തലസ്ഥാനം ഏതാണ്? ക്യാപിറ്റൽ ഏതാണ്? യെസ്, നമുക്കറിയാം ക്യാപിറ്റൽ ഏതാണ്. യെസ്, മധുരയാണ് അല്ലെ, ക്യാപിറ്റൽ മധുരൈ. ദെൻ ഉറയൂർ നൽകിയിട്ടുണ്ട് അല്ലെ, ഉറയൂറാണ് ക്യാപിറ്റൽ. മൂവേന്തൻസ് ഏതായിരിക്കും? അതെ, ദ ചോളാസ്. ആൻസർ എന്താണ്? ദ ചോളാസ്. ദെൻ വാട്ട് ആർ സ്മോൾ സ്കെയിൽ മാപ്സ്? എന്താ സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? യെസ്, ഒരു എക്സാമ്പിളും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് കൂട്ടുകാരി സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറഞ്ഞാൽ? യെസ്, മാപ്സ് ഷോവിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഓഫ് ലാർജർ ഏരിയാസ് ആർ കോൾഡ് സ്മോൾ സ്കെയിൽ മാപ്സ്. അതായത് വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് എന്ത്? യെസ്, സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, അറ്റ്ലസ് മാപ്സ്, വോൾ മാപ്സ്, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. ദെൻ ആൻസർ എനി 4 ഫ്രം ദ ക്വസ്റ്റ്യൻ 8 to 12 ഈച്ച് ക്യാരീസ് 3 സ്കോർ. 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം അല്ലേ. ഓക്കെ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു റോക്സ്. അതായത് ശിലകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. വിച്ച് ടൈപ്സ് ഓഫ് റോക്സ് നോൺ ആസ് പ്രൈമറി റോക്സ്? പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് അല്ലെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, ഇഗ്നിയസ് റോക്സ് ആണ് അല്ലെ, ആഗ്നേയ ശിലകളാണ്. ആൻസർ എന്താണ്? ഇഗ്നിയസ് റോക്സ്. ദെൻ ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് സെഡിമെന്ററി റോക്ക്. സെഡിമെന്ററി റോക്കിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സെഡിമെന്ററി റോക്ക് എന്ന് പറഞ്ഞാൽ അതെ, അവസാദ ശിലയല്ലേ. അവസാദ ശിലയ്ക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ എഴുതാം? ഈ സാൻഡ് സ്റ്റോൺ എഴുതാം, ലൈം സ്റ്റോൺ എഴുതാം, അതായത് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് ഇവയൊക്കെ എഴുതാവുന്നതാണ് അല്ലേ. Then which type of rocks are mostly found in Kerala? കേരളത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഏത് ശിലയാണ്?
യെസ്, നമുക്കറിയാം കായാന്തരിത ശിലയാണല്ലേ, അതായത് മെറ്റാമോർഫിക് റോക്സ് ആണ്. ആൻസർ എന്താണ്? മെറ്റാമോർഫിക് റോക്സ്. ഓക്കെ, then 9ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ കൺട്രോൾ? സോഷ്യൽ കൺട്രോൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. then write 2 features of social control. ഇതിന് എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ കൺട്രോളിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകളും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ് കൂട്ടുകാരെ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ? Yes, social control means the pressure and intervention exerted by each social group over its members in order to ensure and sustain in a safe environment. അതായത് സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് അഥവാ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻ എവറി സൊസൈറ്റി ദർ ആർ സർട്ടൻ കോമൺലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ. അതായത് ഓരോ സമൂഹത്തിലും എന്താണ്? പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികളുണ്ട്. ദെൻ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് സ്യൂട്ടബിൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹികരണത്തിനും ഉചിതമായ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് സമൂഹം രൂപം നൽകുന്നു. ദെൻ സോഷ്യൽ കൺട്രോൾ ഈസ് formally implemented through systems such as police, court, prison and military. അതായത് എന്താണ്? യെസ്, പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായിട്ട് നിർവഹിക്കുന്നു. ദെൻ സൊസൈറ്റി ഹാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിസ്റ്റം ടു കൺട്രോൾ പ്രിവെന്റ് ഓഫ് പർച്ചേസ് ദോസ് ഹു ഡു നോട്ട് adhere to സോഷ്യൽ കൺട്രോൾ. അതായത് എന്താണ്? ഈ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയരാകാത്തവർക്ക് കൊടുക്കുകയോ അതായത് പ്രിവെന്റ് ചെയ്യുകയോ പെരുമാറ്റങ്ങൾ ഇല്ലാതാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഹൗ ഡസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രീറ്റ് ടു ദ ലൈഫ് ഫോംസ്? എന്താണ്? ആഗോളതാപനം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഭീഷണിയാകുന്നത്? യെസ്, സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. അതായത് എന്താണ്? ആഗോളതാപനത്തിൽ എന്താണ്? ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുങ്ങുന്നതിലൂടെ എന്താണ്? സമുദ്ര ജലനിരപ്പ് ഉയരുമല്ലേ. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ദ കോസ്റ്റൽ ഇക്കോസിസ്റ്റം മേ ലീഡ് ടു പ്രോബ്ലംസ് സച്ച് ആസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ എക്സെട്ര. അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ കോസ്റ്റൽ എക്കോസിസ്റ്റം, അതായത് ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യ ദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. Then leads to the depletion of many species of plants and animals in the ecosystem. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, മെൻഷൻ ദ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേരള വിച്ച് മേ കോസ് ദ ഫ്ലഡ് ടു ബിക്കം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ് കൂട്ടുകാരെ ചോദ്യം? അതായത് പ്രളയം ഒരു ദുരന്തമായി മാറുന്നതിന് കാരണമാകുന്ന കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതൊക്കെ മെൻഷൻ ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ദ ടോപ്പോഗ്രഫി ഓഫ് കേരള ഇസ് ഡിവൈഡ് ടു ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്. അതായത് കേരളത്തിൻ്റെ ടോപ്പോഗ്രഫി എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? യെസ്, ഹൈലാൻഡ് എന്നും മിഡ്ലാൻഡ് എന്നും ലോലാൻഡ് എന്നും അതായത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള ഹാസ് ടോപ്പോഗ്രഫിക് ദാറ്റ് സ്ലോപ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അതായത് കേരളത്തിൻ്റെ ടോപ്പോഗ്രഫി എങ്ങനെയാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞതാണ് കേരളത്തിൻ്റെ ഭൂഘടന എന്ന് പറയുന്നത്. മോറോവർ ദ പ്രസൻസ് ഓഫ് 44 റിവേഴ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ്. പ്രസൻസ് എത്ര? 44 റിവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് വാട്ടർ ബോഡീസ് ഉണ്ട് അല്ലേ. ദെൻ എക്സസ് റെയിൻഫാൾ. എക്സസ് റെയിൻഫാൾ ആണ് അല്ലേ ഭൂമിശാസ്ത്രപരമായ മറ്റൊരു സവിശേഷതയാണ് എന്ത്? എക്സസ് റെയിൻഫാൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഗ്രീൻ? യെസ്, ഫാമിലിയാണ് അല്ലേ. വാട്ട് ആർ ദ റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്. എന്താണ്? റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്. അതായത് സോഷ്യൽ ഗ്രൂപ്പ് എന്ന നിലയിൽ, അതായത് ഒരു സാമൂഹ്യ സംഘം എന്ന നിലയിൽ ഫാമിലിയുടെ ഫീച്ചേഴ്സ്, കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ സവിശേഷതകൾ സാമൂഹ്യ സംഘം എന്ന നിലയിൽ? യെസ്,
എലവേറ്റഡ് ഗ്രൂപ്പ് കോൺഷ്യസ്നെസ് അല്ലേ, ദെൻ ഫെമിലിയർ പീപ്പിൾ, അതായത് സാമൂഹ്യ സംഘമായ ചെറിയ സംഘം, അതുപോലെ തന്നെ പരിചിതരാണ്. ദെൻ കോമൺ വേസ് ഓഫ് ആക്ടിങ്, പൊതുവായ ചില പ്രവർത്തന രീതി. ദെൻ സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്, അതുപോലെ തന്നെ അംഗങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നു. ദെൻ ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റി, അതായത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ദെൻ സ്മോൾ ഗ്രൂപ്പ്, ചെറിയ സംഘങ്ങളല്ലേ. ഇത്രയുമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആൻസർ എനി ടു ഫ്രം ദ ക്വസ്റ്റ്യൻ 13 to 15 ഈച്ച് ക്യാരീസ് 4 സ്കോർ. ഓരോന്നിനും 4 മാർക്ക് വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ഇൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് ദ സർഫേസ് റൺ ഓഫ്? എന്താണ്? അതായത് ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ് പ്രവർത്തനങ്ങൾ, എന്തെല്ലാമാണ്? യെസ്, ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് എഴുതാം കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, അതായത് തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, അതായത് വനങ്ങൾ സംരക്ഷിക്കുക. ദെൻ ടെറസ് ഫാമിംഗ് അല്ലേ, അതായത് ബഹുനില കൃഷി. ദെൻ construction mulching, then construction of check dams, then construction of mud walls, then digging rainwater percolation pits, അതായത് എന്തൊക്കെയാണ്? തട്ട് കൃഷി, പുതയിട്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, തടയണങ്ങൾ നിർമ്മിക്കുക, അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ്, മഴക്കുഴികൾ. തന്നെ യെസ്, കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ്. ദെൻ ഡിഗിങ് റെയിൻ വാട്ടർ പ്രിക്കൊളേഷൻ പിറ്റ്സ്, മഴക്കുഴികളൊക്കെ നിർമ്മിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ 14 നോക്കാം. വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? മെൻഷൻ ദ അച്ചീവ്മെന്റ്സ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. എന്താണ് വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്നാൽ എന്ത് ചോദിച്ചിട്ടുണ്ട്. ദെൻ മെൻഷൻ ദ അച്ചീവ്മെന്റ്സ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, അതായത് ഇന്ത്യയിലെ, അതായത് ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ കാർഷിക മേഖലയിലുണ്ടായ നേട്ടങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് എഴുതാം. The completion of the first and second 5 years plans could not solve India's food deficiency. അതായത് എന്താണ്, രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷവും എന്താണ്, ഇന്ത്യയുടെ ഭക്ഷ്യദൗർലഭ്യം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. It led to the all-out effort to achieve self-sufficiency in food and progress in agriculture. ഇതെന്താണ്? യെസ്, ഇതിനെ കൊണ്ട് തന്നെ കാർഷിക മേഖലയുടെ പുരോഗതി, ഭക്ഷ്യ സുരക്ഷയിൽ ലഭ്യമായ ഇതിന് മാറ്റത്തിന് തുടക്കം കുറിച്ചു. യെസ്, the upward and quantum jump food output and transformation in agriculture in 2 stages known as Green Revolution. Then Green Revolution was made possible through the use of high yielding seeds, then improved irrigation fertilizers, then insecticides and agricultural finance at a low interest rate. The increase of food output, especially in wheat and rice, ended our dependence on foreigners and achieved self-sufficiency. ഓക്കെ, നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഇൻ കോളം ബി. ഓക്കെ, എ കോളത്തിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കൂ. നാച്ചുറൽ സീങ് സർഫേസ് വാട്ടർ, ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന അല്ലേ, സംഭരിക്കപ്പെടുന്ന സാധാരണ ഇടങ്ങളാണ്. അപ്പോൾ ഏതായിരിക്കും അവിടെ വരിക കൂട്ടുകാരെ? അത് തണ്ണീർത്തടങ്ങളാണ് അല്ലേ. ആൻസർ എന്താണ്? തണ്ണീർത്തടങ്ങൾ അഥവാ വാട്ടർ വെറ്റ്ലാൻഡ്സ് അല്ലേ. വാട്ടർ വെറ്റ്ലാൻഡ്സ്, യെസ്, വെറ്റ്ലാൻഡ്സ്. The surface of the water rich part beneath the ground, അതായത് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ നിരപ്പ് ഏതാണ്? യെസ്, വാട്ടർ ടേബിൾ അല്ലേ, വാട്ടർ ടേബിൾ. ഓക്കെ, ദെൻ the water stored beneath the ground, water stored beneath the ground, അതായത് ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലത്തിന് എന്താ പറയുന്നത്? യെസ്, അണ്ടർഗ്രൗണ്ട്. യെസ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലേ, അണ്ടർഗ്രൗണ്ട് വാട്ടർ. യെസ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ, അണ്ടർഗ്രൗണ്ട് വാട്ടർ.
underground water. Then shallow tube wells dug in sandy regions. Yes. Filter point wells. Okay, then next question നോക്കാം നമുക്ക്. Answer any two from the question 16 to 8 each carries y score അല്ലേ. For 16th question എന്താണ്? Give an account of the impact of the flood that occurred in Kerala during 2018 അല്ലേ. അതായത് 2018 ഉണ്ടായ ഫ്ലഡിലെ ആ പ്രളയത്തെക്കുറിച്ച് ആഘാതങ്ങളെ സംബന്ധിച്ചൊരു വിവരണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് എന്തൊക്കെ എഴുതാം അതില്? Yes, the manage the excess water in the reservoirs. 37 dams were opened. Then എന്താ സംഭവിച്ചത്? Yes, it took away 100 of lives. This caused considerable flooding in 13 out of the 14 districts. The next point എഴുതാം. It had devastating effect all the sectors. Then the agriculture sector was wholly affected by the floods. Then the land, environment as well as life forms including man were subjected to flood. Then write the names of നീതി ആയോഗ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ് അല്ലേ. എയിംസ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? Yes, to bring down government participation, industrial and service sectors. അതായത് എന്താണ്? യെസ്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. Then to unutilize the service of the dominant middle class for sustainable economic growth. അതായത് കാർഷിക മേഖലയെ മിശ്ര മേഖല കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. Then എന്താണ്? To unsustain the service of the dominant middle class for sustainable economic growth. Then next question എന്താണ്? നെക്സ്റ്റ് പോയിന്റ് എന്താണ്? യെസ്, ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ബൈ പ്രാക്ടീസിങ് മിക്സഡ് ഫാമിംഗ്. അതായത് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നു. ദെൻ ടു മേക്ക് യൂസ് ഓഫ് ദ സർവീസസ് ഓഫ് non-economic and technological growth. Then they convert the cities into secure living centers using modern technology. Then to equip the nation to face global transformation and market forces. Then question 18 നോക്കാം. Explain the characteristics of troposphere. ട്രോപ്പോസ്ഫിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് എഴുതാം? യെസ്, ദ ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു 90 കിലോമീറ്റർ ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദ എർത്ത്. എന്താണ്? ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. യെസ്, 19 കിലോമീറ്റർ ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത്. ദെൻ ഹൈറ്റ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് ഹയർ ദാൻ equatorial regions because of strong convection there. Then almost all the weather and climatic phenomena such as cloud formation, rain, snow, and wind, thunder, lightning, etc. take place in this layer. Then in the troposphere, temperature decreases at a uniform rate of 10 Celsius for every 165 meters latitude. This is called the normal lapse rate. Then zone of transition above the troposphere is called the tropopause. ട്രോപ്പോപാസ് ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ട്രാൻസിഷൻ അല്ലെ. സോൺ ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? യെസ്, ട്രോപ്പോപാസ്. സംക്രമണ മേഖല ട്രോപ്പോപാസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണല്ലേ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. 18 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.